ICNO DCC 101 ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഷോ ഹൗ ക്യാൻ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ബി യൂസ്ഡ് ടു സോൾവ് സം ഓഫ് ദി സെൻട്രൽ പ്രോബ്ലംസ്. സമ്പദ് വ്യവസ്ഥയിലെ ഇക്കണോമിയിലെ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക? ഇതാണ് നമ്മുടെ ചോദ്യം. അത് വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കാം ഉത്തരം. എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC is a graphical representation of the various combinations of two goods or services that an economy can produce given its resources and technology. എന്താണ് PPC എന്ന് ആദ്യം പറയുന്നു. അതൊരു ഗ്രാഫിക്കൽ അവതരണമാണ് എന്ന് പറയുന്നു. ഏതെങ്കിലും രണ്ട് ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ രണ്ട് കോമ്പിനേഷനുകൾ കൊണ്ട് ഒരു എക്കണോമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. മിനിമം രണ്ട് കോമ്പിനേഷനുകൾ, എത്ര കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് അവിടെ കാണിക്കാൻ സാധിക്കും. ആ എക്കണോമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ഗിവൺ ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. അതിൻ്റെ നിലവിലുള്ള ഗിവൺ റിസോഴ്സസും ഗിവൺ ടെക്നോളജിയും കൊണ്ട്. ഓക്കെ, അതായത് ഏതൊരു എക്കണോമിക്കും ഒരു ഗിവൺ ടെക്നോളജിയിലായിരിക്കും ആ എക്കണോമി വർക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗിവൺ റിസോഴ്സസിൻ്റെ അളവിലായിരിക്കും ആ എക്കണോമി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വേണം എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൂടിയിട്ട് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടിൻ്റെയും കൃത്യമായ കോമ്പിനേഷനാണ് ഇവിടെ പോയിന്റുകളായിട്ട് ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നുള്ളത് ഈ വളഞ്ഞ വരയാണ്. ഓക്കെ, ഇനി ഇവിടെ 6000, 500 എന്നിങ്ങനെ രണ്ട് സംഖ്യകളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ബി എന്ന പോയിന്റിനെ കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 5000 അതുപോലെ തന്നെ 700 എന്നീ രണ്ട് സംഖ്യകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് സി എന്ന പോയിന്റിനെയും കാണിച്ചിരിക്കുന്നത്. ഇവയെ സ്പർശിച്ചുകൊണ്ട് വേറൊരു കോമ്പിനേഷൻ കാണുന്നുണ്ട്, 0, 8000 എന്നൊരു കോമ്പിനേഷൻ. അവിടെയാണ് പോയിന്റ് എ നിൽക്കുന്നത്. 0, 1100 എന്ന കോമ്പിനേഷൻ, അവിടെയാണ് പോയിന്റ് ഡി കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ABCD എന്നീ പോയിന്റുകളിലൂടെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കടന്നു പോകുന്നത്. നമുക്ക് പരമാവധി ഈ നിലവിലുള്ള ഗിവൺ ടെക്നോളജിയും ഗിവൺ റിസോഴ്സസും വെച്ച് ഉൽപ്പാദനം നടത്തിയാൽ ഈ എക്കണോമിക്ക് പരമാവധി ഈ കർവിൻ്റെ ടച്ച് ചെയ്യാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ലെന്നർത്ഥം. അപ്പോൾ പ്രൊഡക്ഷൻ പരമാവധി സാധിക്കുന്നതിൻ്റെ ആ സാധ്യത എന്ന് പറയുന്നത്, പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ കർവ് വരെയേ ഉള്ളൂ. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഉൽപ്പാദനം പരമാവധി സാധ്യമാകുന്ന കർവ് ഇവിടെയാണ്. ഈ കർവിനേക്കാൾ താഴ്ന്ന ഘട്ടത്തിലും നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉണ്ടാകും. അല്ലെങ്കിൽ ഇവിടെ ഒരു M എന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഇവിടെയും നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സാധിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കർവിൻ്റെ ഉള്ളിൽ, കർവിന്മേൽ തൊടാതെ എവിടെയെങ്കിലുമാണ്, ഇവിടെ എവിടെയെങ്കിലും ആണ് ആ പോയിന്റ് വരുന്നതെങ്കിൽ, അത്രയുമാണ് നമ്മൾ ഉൽപ്പാദനം നടത്തുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിലവിൽ നമ്മുടെ കയ്യിൽ ലഭ്യമായ ടെക്നോളജിയോ റിസോഴ്സസോ മാൻ പവറോ ഒന്നും പൂർണ്ണമായ തോതിൽ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല, ഇൻഎഫിഷ്യൻസി ഉണ്ട് എന്ന് പറയാൻ സാധിക്കും പ്രൊഡക്ഷൻ മെത്തേഡിൽ. നമുക്ക് തുടർന്ന് ബാക്കി കാര്യങ്ങൾ നോക്കാം. ദ PPC ക്യാൻ ബി യൂസ്ഡ് ടു സോൾവ് സെൻട്രൽ പ്രോബ്ലംസ് സച്ച് ആസ്. PPC ഉപയോഗിച്ച് നമുക്ക് സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. ഒരു എക്കണോമിയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. എങ്ങനെ? ബൈ അനലൈസിംഗ് ദ PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ അനലൈസ് ചെയ്തുകൊണ്ട് ദി പോളിസി മേക്കേഴ്സ് ഓഫ് എ കൺട്രി ക്യാൻ, ഒരു രാജ്യത്തെ നയരൂപീകരണ വിദഗ്ധന്മാർക്ക് കഴിയും, ഒന്ന്, ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഈ രണ്ട് കോമ്പിനേഷനുകൾ, അതായത് എക്സ് അല്ലെങ്കിൽ വൈ, ഈ രണ്ട് ആക്സിസിലുള്ള രണ്ട് വിഭവങ്ങളുടെ ഈ കോമ്പിനേഷനുകളല്ലാതെ വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി മെച്ചമായിരിക്കുമോ എന്ന് പരിശോധിക്കാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഡിറ്റർമൈൻ എഫിഷ്യൻറ്റ് റിസോഴ്സ് അലോക്കേഷൻ. കാര്യക്ഷമമായിട്ട് തന്നെ ഏറ്റവും ഫുള്ളർ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ, ഈ റിസോഴ്സസിൻ്റെ ഫുള്ളർ യൂട്ടിലൈസേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ റിസോഴ്സസിനെ വകയിരുത്തി കൊടുക്കാൻ, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അത് എന്തുമാവട്ടെ, മനുഷ്യവിഭവമാവട്ടെ, പണമാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാൻഡ് ആവട്ടെ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ പരമാവധി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് ഈ PPC അനാലിസിസ് കൊണ്ട് സാധിക്കും എന്നർത്ഥം. മൂന്നാമത്തേത്,
മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് അബൌട്ട് പ്രൊഡക്ഷൻ പ്രയോറിറ്റീസ്. നമ്മൾ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാണ് നമ്മൾ പ്രയോറിറ്റി അഥവാ മുൻഗണന കൊടുക്കേണ്ടതെന്ന് ആ രാജ്യത്തിൻ്റെ എക്കണോമിക്ക് തീരുമാനിക്കാം. അങ്ങനെ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അറിവ് നേടി നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് ഇൻഫോംഡ് ഡിസിഷൻസ് എന്ന് എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനും നമുക്ക് സാധ്യതയോ വഴിയോ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ മറ്റൊരു ഗുണം. നമുക്ക് ചോദ്യം നോക്കാം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠനത്തിന് ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ വിശകലനത്തിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തുൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ കണ്ടെത്താൻ തീരുമാനിക്കണം. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്, ആ ഒരുപാട് ആവശ്യങ്ങളുമുണ്ട്. അപ്പോൾ പക്ഷേ വിഭവങ്ങൾക്ക് അളവിന് ലഭ്യതയ്ക്ക് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും സുലഭമായി ഉൽപ്പാദിപ്പിക്കാനൊന്നും സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണം എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന്. The PPC illustrates the trade-offs between different production techniques. For example, some economy can be produced goods using either labor-intensive or capital-intensive technologies. Okay, അതായത് തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ അനുസരിച്ചോ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ നമുക്ക് ചില കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നർത്ഥം. അതായത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഏത് തരം ടെക്നോളജി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതല്ല, വാട്ട് ടു പ്രൊഡ്യൂസ് ആണ്, എന്തുൽപ്പാദിപ്പിക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ പരിമിതമാണ്. പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് നമുക്ക് വാരിക്കോരി ചെലവഴിക്കാൻ സാധിക്കില്ല. ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി മാത്രമേ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒപ്റ്റിമൽ അലോക്കേഷൻ സാധ്യമാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഗുണം കിട്ടുന്ന അലോക്കേഷനാണ് നമുക്ക് ഒപ്റ്റിമൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിഭവങ്ങളെ നമ്മൾ ഒപ്റ്റിമൽ അലോക്കേഷൻ നടത്തണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയ സർവീസസ് അതിൻ്റെ കോമ്പിനേഷൻ ആണല്ലോ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. കാരണം അപ്പോൾ സപ്പോസ് ആൻ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ് എയ്തർ ഫുഡ് ഓർ ക്ലോത്തിങ്. ഒരു എക്കണോമിക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്ന് കരുതുക. ദ PPC ഷോസ് ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ഫുഡ് ആൻഡ് ക്ലോത്തിങ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഭക്ഷണം, വസ്ത്രം എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ പല കോമ്പിനേഷനുകൾ നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും. ബൈ അനലൈസിങ് ദ PPC വിശകലനം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ നയരൂപീകരണ വിദഗ്ധർ, പോളിസി മേക്കേഴ്സ് ക്യാൻ ഡിറ്റർമൈൻ ദ ഒപ്റ്റിമൽ മിക്സ് ഓഫ് ഫുഡ്. എത്രത്തോളം ഭക്ഷണം ഉണ്ടാക്കണം, എത്രത്തോളം വസ്ത്രം ഉണ്ടാക്കണം എന്ന് നിശ്ചയിക്കാൻ സാധിക്കുന്നു. അതായത് നമുക്ക് ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് തീരുമാനിക്കാൻ സാധിക്കുമോ? വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന ചോദ്യത്തിന്, എന്തുൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിന് പറ്റില്ല. കാരണം നമുക്ക് വസ്ത്രങ്ങളും വേണം. സോ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന ക്വസ്റ്റിന് വസ്ത്രം മാത്രം ഉൽപ്പാദിപ്പിക്കാമെന്ന് വെച്ചാലോ, ഫുഡ് സീറോ ആക്കിയാലോ, അതും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് രണ്ടിൻ്റെയും ചെറിയ ചെറിയ അളവുകൾ വേണം. അപ്പോൾ ഏതേത് എന്നാൽ മുഴുവനും കൂടി പരമാവധി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ ഭക്ഷണം എത്രത്തോളം, വസ്ത്രം എത്രത്തോളം എന്നുള്ളതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു ചേരുവ, ആ മിക്സ് അത് കണ്ടുപിടിക്കണം. ദാറ്റ് മാക്സിമൈസസ് സോഷ്യൽ വെൽഫെയർ. അതായത് എല്ലാവർക്കും ഭക്ഷണം കിട്ടുകയും വേണം, എല്ലാവർക്കും വസ്ത്രം കിട്ടുകയും വേണം. അങ്ങനെ ഭക്ഷണവും വസ്ത്രവും ജനങ്ങളുടെ മിനിമം ക്ഷേമം, സോഷ്യൽ വെൽഫെയർ ഉറപ്പുവരുത്തുന്ന അത്രയും അളവിൽ രാജ്യത്ത് ലഭ്യമാകണം. ആ രീതിയിലാണ്. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന ചോദ്യത്തിന് ഇതൊരെണ്ണം മാത്രം മതി, മറ്റത് വേണ്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തേ രണ്ടേ ഐറ്റം മാത്രമുള്ള ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? അല്ല, നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിലാണ് വരക്കുന്നത്. എക്സ് ആക്സിസും വൈ ആക്സിസിലും ഏതെങ്കിലും 2 കാര്യങ്ങൾ മാത്രമേ അറ്റ് എ ടൈം നമുക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ, അടയാളത്തിൽ കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് പഠന സൗകര്യാർത്ഥം നമ്മൾ താൽക്കാലം 2 ഐറ്റങ്ങൾ മാത്രം ചേരുന്ന ഒരു PPC വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ഒരുപാട് ഐറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരേ സമയം പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഓരോന്നിനും വേണ്ടിയിട്ടുള്ള പണം അല്ലെങ്കിൽ വിഭവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യാധ്വാനം അല്ലെങ്കിൽ ഭൂമി വകയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം എന്തുൽപ്പാദിപ്പിക്കണം, രണ്ടാമത്തെ ചോദ്യം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഏത് ടെക്നോളജി ഉപയോഗിക്കണം, തൊഴിലാളികളെ കൂടുതലായി ഉപയോഗിച്ചിട്ട് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉപയോഗിക്കണോ, അല്ല തൊഴിലാളികളുടെ എണ്ണം കുറച്ച് റോബോട്ടുകളും കമ്പ്യൂട്ടറും AI-യും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി കൊണ്ടുവരണം. ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കണം. PPC ഷോസ് ദ ട്രേഡ് ഓഫ്സ് ബിറ്റ്വീൻ ദീസ് ടെക്നിക്സ്. ഈ ടെക്നിക്കുകൾ തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ് കാണിക്കുന്നത്. ഹെൽപ്പിംഗ് പോളിസി മേക്കേഴ്സ് ഡിസൈഡ് വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ്. ഏത് മെത്തേഡാണ് ഏറ്റവും കാര്യക്ഷമമെന്ന് നയരൂപീകരണ വിദഗ്ധന്മാരെ അത് പഠിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നു ഈ മെത്തേഡ്
ഈ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡാണ് നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങളുടെ എക്കണോമിക്ക് നല്ലത് എന്ന് പറയുന്നു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി അനാലിസിസ് കർവിനെ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും ഒരു ഗുണമുണ്ട്. മൂന്നാമതൊരു ഗുണം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന പഠനമാണ്. അതായത് ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കുക? തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് ഉൽപ്പാദന ഘടകങ്ങളിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്നവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. PPC ക്യാൻ ഇൻഫോം ഡിസിഷൻസ് അബൌട്ട് റിസോഴ്സ് അലോക്കേഷൻ. വിഭവങ്ങൾ പകുത്തു കൊടുക്കുന്നതിൻ്റെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ടു മീറ്റ് ദ നീഡ് ഫോർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഇൻ ദ സൊസൈറ്റി. പക്ഷേ സമൂഹത്തിൽ പല തട്ടിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റിയ വിഭവങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണോ ചോദ്യം അതാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഉദാഹരണത്തിന് ആൻ എക്കണോമി നീഡ്സ് ടു അലോക്കേറ്റ് റിസോഴ്സസ് ബിറ്റ്വീൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഫോർ ദ റിച്ച് ഓർ ദ പുവർ. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളും അല്ലെങ്കിൽ സാധനങ്ങളും മെറ്റീരിയൽസ് ഉണ്ടാക്കണമോ, ദരിദ്രർക്ക് വേണ്ടിയുള്ള സാധനങ്ങളും മറ്റും ഉണ്ടാക്കണമോ എന്നത് ഒരു എക്കണോമി ആലോചിക്കേണ്ടിയിരിക്കുന്നു. The PPC can help policymakers determine the optimal allocation of resources to meet the needs of the different income groups. രാജ്യത്തുള്ള വ്യത്യസ്ത വരുമാനക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്ന ചോദ്യം ശരിക്കും പറഞ്ഞാൽ വിഭവങ്ങൾ നമുക്ക് ഉൽപ്പാദനത്തിന് വേണ്ടി തരുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇവയ്ക്കൊക്കെ പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഉൽപ്പാദനം. നമുക്ക് ഭൂമി ഉൽപ്പാദനത്തിന് വിട്ടു തരുന്ന ആൾക്ക് വാടകയുടെ രൂപത്തിലും, ലേബർ അധ്വാനശേഷി വിട്ടു തരുന്ന ആൾക്കാർക്ക് കൂലിയുടെ രൂപത്തിലും, ക്യാപിറ്റൽ അഥവാ മൂലധനം മുടക്കുന്ന ആൾക്ക് പലിശയുടെ രൂപത്തിലും, അതുപോലെ തന്നെ ഇവയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി സംരംഭകനായി നിൽക്കുന്ന ആൾക്ക് ലാഭത്തിൻ്റെ രൂപത്തിലൊക്കെയാണ് വരുമാനം നൽകുക. അപ്പോൾ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് ഉടനീളമുള്ള ഇത്തരത്തിലുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇവയുടെയൊക്കെ ഓണർമാർക്ക് അവയുടെയൊക്കെ പ്രതിഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുമാനം നൽകുകയാണ് ചെയ്യുന്നത്. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞ ആശയവും ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. ദ PPC ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വിച്ച് ആർ ദ കോസ്റ്റ് ഓഫ് ചൂസിങ് വൺ ഓപ്ഷൻ ഓവർ ദി അതർ. ഒന്ന് എടുക്കുന്നതിന്, ഒരു കോമ്പിനേഷൻ എടുക്കുന്നതിന് പകരം മറ്റൊരു കോമ്പിനേഷൻ എടുത്താൽ എത്ര കണ്ട് മെച്ചം ഉണ്ടാകും അല്ലെങ്കിൽ എത്ര കണ്ട് നഷ്ടം ഉണ്ടാകും എന്നുള്ളത് തട്ടിച്ച് നോക്കി താരതമ്യം ചെയ്ത് നോക്കുന്നതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഇഫ് ആൻ എക്കണോമി ഡിസൈഡ്സ് ടു പ്രൊഡ്യൂസ് മോർ ഫുഡ്, കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു എക്കണോമി വിചാരിക്കാം. മേ നീഡ് ടു സാക്രിഫൈസ് സം ക്ലോത്തിങ് പ്രൊഡക്ഷൻ. ഇപ്പോൾ വസ്ത്രത്തിൻ്റെ ഉൽപ്പാദനം കുറച്ച് വേണ്ടാന്ന് വെക്കേണ്ടി വരും. ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് മോർ ഫുഡ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്ലോത്തിങ് ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഇൻസ്റ്റഡ്. ഇപ്പോൾ ഭക്ഷണം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ അവസരം തീർച്ചയായിട്ടും വസ്ത്രം കുറവ് ഉൽപ്പാദിപ്പിക്കണം എന്നൊരു ആവശ്യകതയെ കൂടി ഉണ്ടാക്കും എന്നർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾക്ക് ഒരേ സമയം രണ്ടും കൂടിയ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. ഒന്നിൻ്റെ അളവ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും പണിക്കാരെ അവിടെ നിന്ന് വലിക്കേണ്ടി വരും, അത്രയും പണം ഇതിൽ നിന്ന് വലിക്കേണ്ടി വരും, അത്രയും വിഭവങ്ങൾ അവിടെ നിന്ന് വലിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്രയും കുറച്ച് മാത്രമാണ് അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന മറ്റേ വസ്തു ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും രണ്ട് വസ്തുക്കളെയാണല്ലോ ഇവരുടെ പേരെഴുതിയിട്ടാണല്ലോ. ചിലപ്പോൾ ഭക്ഷണം, ആയുധം എന്നിങ്ങനെയായിരിക്കും. ഒരു രാജ്യത്തിൽ ഭക്ഷണവും വേണം, അതേസമയം അവിടുത്തെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയുധവും വേണം. ഇത് രണ്ടും നമുക്ക് വേണം. പൂർണ്ണമായും ഭക്ഷണം മാത്രം ഉണ്ടാക്കി ആയുധം ഒട്ടും ഉണ്ടാക്കാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് പൂർണ്ണമായ ആയുധം മാത്രം ഉണ്ടാക്കിയിട്ടും ഭക്ഷണം നമുക്കൊട്ടും വേണ്ട എന്നുള്ള അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ? അതും സാധിക്കില്ല. സോ എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ ആണ് പ്രധാനപ്പെട്ട കാര്യം. സോ PPC determines efficient resource allocation by showing the maximum possible output combinations. പരമാവധി സാധ്യമായ ഔട്ട്പുട്ട് കോമ്പിനേഷൻസ്, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. PPC അതാണ് നിശ്ചയിക്കുന്നത്. പോയിന്റ്സ് ഓൺ ദ PPC റെപ്രസെന്റ് എഫിഷ്യന്റ് അലോക്കേഷൻ. PPC എന്ന് പറയുന്ന കർവിന്മേൽ കാണുന്ന പോയിന്റുകൾ എന്താ സൂചിപ്പിക്കുന്നത്? ഏറ്റവും കാര്യക്ഷമമായ വിഭവ വിനിയോഗമാണ് ആ കർവിന്റെ കൃത്യം മുകളിൽ കാണുന്ന ABCD എന്നീ 4 പോയിന്റുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പോയിന്റ്സ് ഇൻസൈഡ് ദ കർവ് ഇൻഡിക്കേറ്റ്, ആ കർവിന്റെ ഉള്ളിലുള്ള പോയിന്റുകൾ എന്താ സൂചിപ്പിക്കുന്നത്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങൾ വേണ്ടത്ര പൂർണ്ണമായി ഉപയോഗിക്കാതെ അത് പാഴാക്കി കളയുന്നു എന്നതുകൊണ്ടാണ് ആ കർവിന്റെ വരവരെയും ആ വളഞ്ഞ വരവരെയും ഉൽപ്പാദനം എത്താത്തത് എന്നർത്ഥം. എക്സാമ്പിൾ പറയട്ടെ. അഗ്രികൾച്ചറൽ എക്കണോമിയിൽ ആൻ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ് എയ്തർ വീറ്റ് ഓർ റൈസ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഗോതമ്പോ അരിയോ ഉണ്ടാക്കാം. ദ PPC ഷോസ് ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് വീറ്റ് ആൻഡ് റൈസ്. PPCയിൽ എന്താ കാണിക്കുക? അരിയും ഗോതമ്പും പല അളവുകളിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഹെൽപ്പിംഗ് പോളിസി മേക്കേഴ്സ് ഡിസൈഡ് ദ ഒപ്റ്റിമൽ ക്രോപ്പ് മിക്സ്. ഏറ്റവും അനുകൂലമായ, രാജ്യത്തിന് ഗുണം കിട്ടുന്ന ക്രോപ്പ് മിക്സ് കണ്ടുപിടിക്കാനായിട്ട് അത് നയരൂപീകരണ വിദഗ്ധന്മാരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് എക്കണോമിയിൽ ഇത് ഗുണകരമാണ്.
എക്കണോമിക്ക് കാറുകളോ കമ്പ്യൂട്ടറുകളോ ഉൽപ്പാദിപ്പിക്കാം. ഏതാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളത് പരസ്പരം ഒത്തുനോക്കി തീരുമാനിക്കാൻ എക്കണോമിയുടെ നയരൂപീകരണ വിദഗ്ധന്മാർക്ക് കഴിയുന്നു.